ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം മേഡ് ഔട്ട് 2 GTA 6. അപ്പോൾ ഗായ്സ്, ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗെയിം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞാൻ കളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഇതായി ഗൈസ് ഈ ഗെയിം കളിച്ചിട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട ഗെയിമിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വെഹിക്കിൾ സിമുലേറ്റർ ഗെയിമായിട്ടാണ്. അപ്പം നിങ്ങൾ GTA 5 ഒന്നും പറയണ്ട, നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം. അത് നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ വീഡിയോയിൽ ഇതാക്കിയാൽ മതി. എന്താ പറയുക, ഇപ്പോൾ കമൻ്റ് ഇട്ടാൽ മതി ഏത് ഗെയിമാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ ആ ഗെയിം വെച്ച് ആ ഗെയിമായിരിക്കും അടുത്ത തവണ കളിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഓപ്ഷൻ തരാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ ഇതാണ്, ഈ മേഡ് ഔട്ട് 2. മറ്റേ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വെഹിക്കിൾ സിമുലേറ്റർ. മറ്റേ ഓപ്ഷൻസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ് ഗൈസ്. അപ്പം പിന്നെ ഇന്ത്യൻ ടെഫ്റ്റ് ഔറ, പിന്നെ നമ്മളെ സിവിക്ക് റേസ് ഉണ്ട്. സിവിക്ക് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, സിവിക്ക് കാർ ഡ്രൈവിംഗ്, അതും ഉണ്ട്. പിന്നെ അപ്പം നിങ്ങൾ അതും പറഞ്ഞോളൂ. പിന്നെ വേറെ ഏതെൻ്റെ ഗെയിം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇത്രയും ഗെയിം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം ഈ ഗെയിം നിങ്ങൾ ഏതെങ്കിലും ഈ ഗെയിമിൻ്റെ നെയിംസ് നിങ്ങൾ ഏതെങ്കിലും വീഡിയോൻ്റെ കമൻറ്റിലിട്ടാൽ ഞാൻ ആ ഗെയിമായിരിക്കും അടുത്ത തവണ കളിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനലിലേക്ക് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടി സബ് ചെയ്യുക. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, എൻ്റെ പേരാണ് മിസ്റ്റർ ബാലു. അപ്പം ഗൈസ്, പേരിലൊന്നും തോന്നരുത്, എൻ്റെ പേര് ഇച്ചിരി ഇതാണ്. കാരണം എൻ്റെ പേര് കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. നമുക്കിപ്പോൾ നേരെ റൈറ്റാണോ, നമുക്കിപ്പോൾ നേരെ റൈറ്റ് എടുക്കാം. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ എനിക്ക് ബോറടിക്കും. ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങി വിചാരിച്ചിട്ട് പോകുന്നതാണ് ഗൈസ്. അപ്പം എവിടെയാണെങ്കിലും റോട്ടിൽ മൊത്തം വണ്ടിയാണ്. എൻ്റെ അമ്മോ, ഇവരെല്ലാം പതുക്കെ പോകൂ ഗൈസ്. ഒന്നും ഒരൊറ്റം പോലും വേഗത്തിൽ പോകുന്നില്ല. നമുക്ക് എന്നാലല്ലേ പറപ്പിക്കാൻ കഴിയൂ. ഈ കാറിന് ഇത്രയും സ്പീഡിലോ 133 പോലീസിനെ വെട്ടിച്ചാൽ പിന്നെ എനിക്ക് ഫൈൻ ചെയ്യേണ്ടി വരും. ഫൈൻ ചെയ്താൽ പിന്നെ അറിയാലോ ഗൈസ്, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് ഇതാക്കാം. എന്താ പറയുക, കറങ്ങിയിട്ട് വരാം. അപ്പോൾ കറങ്ങൊക്കെ പറയുമ്പോൾ കുറച്ചിതാണ്. പക്ഷേ ഞാൻ എൻ്റെ ക്യാമറ മോഡ് ഓണാക്കണോ വേണ്ടല്ലോ. അപ്പം എൻ്റെ ഫേസ് കാണേണ്ടവരുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഞാൻ ക്യാമറ ഓണാക്കി തന്നെ ഉണ്ട്. അപ്പം ഗൈസ്, എൻ്റെ ഫേസിന് എൻ്റെ വണ്ടി ഡാമേജ് ആയി. എൻ്റെ അമ്മ വണ്ടിയിൽ നിന്ന് പറഞ്ഞപ്പോർത്ത് എൻ്റെ ജീവൻ പോയതുപോലെയായിരുന്നു. എൻ്റെ അമ്മ ഒന്ന് തെറ്റിയാൽ മതി, അപ്പം തന്നെ വണ്ടി അതിന് തോന്നിയതുപോലെ പോയിക്കോളും ഗൈസ്. ഞാനെന്ത് ചെയ്യാന് പിന്നെ? ഞാൻ ക്യാമറ ഓഫാക്കാൻ പോവാണ് ഗൈസ്, കണ്ടില്ലേ മതി. അയ്യോ, ഓക്കെ ഇവിടെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത്. ഇതെവിടെ സ്ഥലമോ, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹൗസ് ഇത് ഈ ഭാഗത്ത് ഉണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഡ്രിഫ്റ്റ് അടിച്ച് കാണിക്കും. ഇവിടെ പോലീസൊന്നും ഇല്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ കയ്യിൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അധികം ഇത് കളിക്കലില്ല. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാറുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയൊക്കെ കളിക്കാം. അപ്പം കുറച്ച് കഴിഞ്ഞ് കളിക്കാം. എൻ്റെ അമ്മ, അയ്യോ വാട്ടർ ലെവൽ വന്ന് മാറി നിൽക്കുക. അങ്ങോട്ട് വാട്ടർ ലെവൽ കിട്ടിയിട്ട് അവൻ്റെ ഒരു കോപ്രായം മാറി നിൽക്കട്ടെ. എൻ്റെ വയത് അംബാസിഡർക്കാരാ, നിൻ്റെ ബ്രേക്കിൽ വെച്ച് കിട്ടിച്ചില്ലെങ്കിൽ സാറിലെ എൻ്റെ പോലീസ് പിടിക്കാൻ പറ്റുന്ന ഒന്ന് മാറി നിൽക്കട. അങ്ങോട്ട് എനിക്ക് എങ്ങോട്ടാ പോകേണ്ട
എന്റെ കണ്ടുപിടിച്ചില്ല. അങ്ങോട്ട് പോണ നീ. എൻ്റെ അമ്മ പോലീസ് പിടിച്ച് നീ അങ്ങോട്ട് പോണ അമ്പാസിറ്റർ. എന്താണ് കളിക്കുന്നത് നീ? അമ്പാസിറ്റർ പോവാൻ കൂടുതൽ വാട്ടർ ലെവലാക്കി തരില്ല നീ. അങ്ങോട്ട് പോവാണെന്ന് കൂടുതൽ വാട്ടർ ലെവലാക്കി തരുന്നത്. പോലീസുകാരാ, ഒരു കാര്യം നീ ഓർക്കണം, എന്നെ പിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്നെ പിടിക്കാൻ നീ വേറെ പോലീസിനെ വിളിക്കണം. അവൻ എന്നെ പിടിക്കണമെങ്കിൽ വേറെ പോലീസിനെ വിളിക്കണം. എടാ മിനി കൂപ്പറെ മാറി നിൽക്കടാ, എനിക്ക് സമയമില്ല. കൂപ്പറിൻ്റെ കമ്പനിയിൽ വേറെ നമുക്ക് ബ്രേക്ക് ലൈറ്റൊക്കെ ഉണ്ടാക്കാം. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. എടാ വേനെ മാറിക്കോ. എടാ വേനെ മാറിയിട്ട് ഇപ്പം പോലീസ് എന്നെ പിടിക്കും. നിങ്ങൾക്കല്ല ഇങ്ങനെ പോയാൽ പോരടോ. എന്നെയൊന്നും പോലീസ് പിടിക്കാൻ പറ്റില്ല. മാറിക്കോ. ഇത് നോക്കിയ കഴിച്ച് എനിക്ക് 3 നക്ഷത്രം കിട്ടിയേക്കാം. അതായത് 3 സ്റ്റാർ വാട്ടർ ലെവൽ. ഇതെന്ത് ഞാൻ ചെയ്യാൻ? എൻ്റെ കാറിൻ്റെ ചില്ല് മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ചല്ല. ചില്ല് പോയാലും സാറില്ല, എനിക്ക് പോലീസിനെ രക്ഷപ്പെട്ടാൽ മതി. എൻ്റെ അമ്മയുടെ കുറേ മാറി നിൽക്കടേ. സ്ക്രാച്ച് ആയ സാറില്ല. എൻ്റെ നല്ല അടിപൊളി കാർ ഇവരെ നശിപ്പിച്ച് കളഞ്ഞേ. എൻ്റെ ഭഗവതി, എൻ്റെ അമ്മേ, ഈ കാർ ഇപ്പം തീ പിടിക്കും കഴിച്ച്. എൻ്റെ ചില്ലെല്ലാം പൊട്ടി. അതൊക്കെ പോലീസുകാരൻ്റെ കൺട്രോളല്ലാതെ എത്തുന്നുണ്ട്. നമുക്കെന്നെ ഇടിക്കാണ്ട് പോകണം കഴിച്ച്. കാരണം എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുകയെല്ലാം വരുന്നുണ്ട്. എൻ്റെ ചില്ലെല്ലാം പൊട്ടാനായി. എവിടെയെങ്കിലും സ്ഥലത്തിടിച്ചാൽ ചിലപ്പോൾ എൻ്റെ ചില്ല് അങ്ങനെ പൊടിഞ്ഞു പോകും. അയ്യോ, ഇടിച്ചു പോയി. ചില്ലിനൊന്നും പറ്റില്ല. എൻ്റെ അമ്മ, ചില്ല് നല്ല സ്ട്രോങ്ങിലെ ചില്ല് വന്നു. മാറി നിൽക്ക് പോലീസുകാരൻ അങ്ങോട്ട്. താങ്ക് യു. നിങ്ങളെ കൊണ്ടത് ഒരു 10 പൈസ വീണില്ല. അവിടെ വണ്ടി നിർത്തിയിട്ടേക്കാ. അവർ തന്നെ എന്നെ ഇടിച്ച് എനിക്ക് സഹായിച്ചു തന്നു. താങ്ക് യു പോലീസുകാരാ. എൻ്റെ ഒരുത്തനല്ല വീണെടുക്കണം. നിന്നെ ഞാൻ ഇപ്പം ശരിയാക്കി തരാം. എൻ്റെ അമ്മ കറുത്ത പോകിയാന്നല്ലേ വരുത്തി ഇപ്പം കത്തുന്നത്. എൻ്റെ അമ്മേ, ഒരൊച്ച ചമ്പ അങ്ങോട്ട് ചെയ്താൽ മതി. എൻ്റെ അമ്മ എൻ്റെ ചില്ലെല്ലാം മൊത്തത്ത് പൊട്ടി. അങ്ങോട്ട് മാറി നിൽക്കടാ. ആരെ കാറിനെ കൊണ്ടാ നീ വെച്ച്? അയ്യോ ഇപ്പൻ്റെ കാർ കത്തും. എടിപ്പം എന്താ ഉണ്ടായേ? എൻ്റെ കാര്യം കത്തും. പോലീസ് പിടിക്കാൻ ഭാഗ്യം കഴിച്ച്. ഇങ്ങനത്തെ ഒരു കത്തങ്ങളായാൽ മതി. വേണേ അവിടെ നിൽക്കാൻ എനിക്ക് ലിഫ്റ്റ് തരുമോ? അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഇടിക്കോ. ബെസ്റ്റ്. എടുത്തെടുക്കൊന്നും ഒരു വിലയില്ല. എനിക്ക് നല്ലൊരു വണ്ടി വാങ്ങണം. ഇതാരി വരണേ? ഈ കറക്ക് ഫേവറേറ്റ് ആട്ടോ. നീ ആരും അവിടെ കുത്തിയിടുന്ന? ഞാൻ സിറ്റിയിലെ ഗാങ്സ്റ്ററാണ്. നിൽക്കണേ മനസ്സിലായില്ലേ? ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ? ഇല്ല. അപ്പം തിരിച്ചോ മച്ചാനെ. കാശ് ഈ സിറ്റിങ്ങൊക്കെ ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ GTA 5 ഗ്രേഡ് ഡെഫ്റ്റ് 5 ലോസ് ആൻഡോസ് സിറ്റി പോലെ ഇല്ലേ ഗൈസ്? ഏകദേശം അതേപോലെ തോന്നുന്നുണ്ട്. ലോസ് ആൻഡോസ് സിറ്റിയിലൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഈ ഗെയിമിലത് ഉണ്ടോ അറിയത്തില്ല. വെയിറ്റ് എ മിനിറ്റ്. അയ്യോ, ബ്രേക്ക് കുറവാണ്. എൻ്റെ പഠിച്ചവനെ വാട്ടർ ലെവൽ കിട്ടുക. ഇപ്പം തന്നെ വണ്ടി ഇടിച്ചതില്ല. റോങ് വേയിലേക്ക് വണ്ടി കയറി. പഠിച്ചവനെ രക്ഷിക്കണേ. ഇതിലേ പോകാൻ പറ്റത്തില്ലേ? സൈഡ് തകർത്ത് പോകാൻ പറ്റത്തില്ല. എല്ലാവരും രക്ഷിക്കണേ. പെട്ടെന്ന് വേറെ വഴിയില്ല. നമുക്ക് ഈ സൈഡിലാച്ച് ഇതിലെടുത്ത് പോകേണ്ടി വരും. അതാ ഇവിടെ ഈ സൈഡിനൊക്കെ തെറിപ്പിച്ചാരെങ്കിലും ഇല്ല. വന്ന് മനസ്സിലായി. വന്ന് മനസ്സിലായി. എന്ത് ചെയ്യാം? നമുക്ക് നേരെ പോവാണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഇതുവരെയായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കാരണം എനിക്ക് കൂടുതൽ നേരം പറയാൻ പറ്റത്തില്ല. എൻ്റെ പഠിച്ചോനെ, മൂർഖനെ ചവിട്ടി ഇങ്ങോട്ട്. ബ്രേക്ക് എവിടെയാണാ ഗായ്സ്? ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം എടാ കുണ്ണാപ്പി കാറ്, നിന്നെ ഞാൻ വെറുതെ വിടൂല. എൻ്റെ കാറ് നീ ഒന്ന് ആക്കി വെച്ച് നോക്ക്. ഞാൻ സൂചിച്ചുകൊണ്ടിരുന്ന വണ്ടി എന്താ ആക്കി വെച്ച് നോക്ക്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പെട്ടെന്ന് ഞാൻ എങ്ങനെയല്ലോ ചാച്ചത്തരം പെട്ടെന്ന്. എന്താ
അതാ ഞാൻ പോലീസുകാരനല്ല എൻ്റെ ഈശ്വരാ തൂക്കിയത്. ഇനി എനിക്ക് എത്ര നേരം വാട്ടർ ലെവൽ കിട്ടും? കാറെടുക്കാൻ വരണ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരൂ കേട്ടെ. വണ്ടി എടുക്കാൻ വരണ റെയിൽവേ ട്രാക്കിൻ്റെ കൂടെ ചാടിച്ചോ ഒച്ച പോക്കും. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ച്? ആ കാറ് കാരണം എൻ്റെ ഇടക്ക് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തോടെ വന്നപ്പോൾ അവരെൻ്റെ ഇടക്ക് ചാടിയത് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടി. അന്നേരം ഞാൻ ആ പോസ്റ്റുമൊക്കെ കൊണ്ട് ഇടിച്ച് എൻ്റെ വണ്ടീൻ്റെ കോല നോക്ക് ബമ്പറും എല്ലാം പോയി. എൻ്റെ ഈശ്വര ബോണസ് എല്ലാം തെറിച്ചു പോയി വണ്ടീൻ്റെ. ഞാൻ എന്ത് ചെയ്യാനാ ഗൈസ്? നമുക്ക് വേറെ ഏതെങ്കിലും നല്ല അടിപൊളി വണ്ടി. ഇതാരെ വന്നേക്കുന്നേ? എടാ പാപ്പിൻശ്ശേരി ട്രക്കേ, എന്താടാ കളിക്കണേ നീ? നിൽക്കുന്ന ഒരു ഇതില്ല, തലച്ചോറില്ലേ എൻ്റെ കൈ? നമ്മളിത് എവിടെ ഇങ്ങനെ മേലെ കയറാനാ? ഇവിടെ നിന്ന് ആരും ഒരുത്തന് ഇവിടെ ഒരുത്തൻ കറങ്ങുന്നുണ്ടായിരുന്നില്ല. ആരാ വന്നത്? അവിടെ ഏതോ ഒരുത്തൻ കറങ്ങുന്നുണ്ടായിരുന്നില്ലേ കൂടെ. അത് ആരാ എനിക്കറിയില്ല. അപ്പോൾ ഈ കാർ എവിടെ നിന്നും കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാം. 1/1 ഫ്രീ എന്നല്ലേ പറയാൻ പറഞ്ഞത്. അപ്പം അതേപോലെ നമുക്ക് ഒരു കാർ കൊടുത്ത് മറ്റേ കാർ വാങ്ങാം. ഈ കാർ ആരും വാങ്ങത്തില്ല, കാരണം ഇതിൻ്റെ പാർട്സൽ ഇപ്പം തന്നെ പപ്പടായി. നമുക്കപ്പോൾ ഇതെങ്ങനെ പുറത്തിറങ്ങാം? അവിടെ ഒരു വലിയ റാമ്പ് വേണം. നമുക്ക് അതിലെ കൂടെ ഒറ്റ കാറിന് കറുത്ത സമയത്ത് തന്നെ മറിയാൻ തോന്നിയത്. ഈ കാറ് മറിഞ്ഞ കാറിയുടെ സ്പീഡ് കാരണം നമുക്ക് ഒരു കാറിൻ്റെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അവിടെ ചേർത്ത് നിർത്തിച്ച് ഒച്ചപ്പോക്ക് ഒറ്റ പോക്ക് ചവിട്ടി വിട്ടോ. ഒരു കിലോമീറ്ററും കൂടെ, ഒരു സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിമീറ്റർ. പ്ലീസ് 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 പ്ലീസ്. ഇങ്ങനെ ചെരിച്ച് കയറ്റ. ഇതല്ലേ ട്രിക്ക്, ചെരിച്ച് കയറ്റ. തന്നെ അയ്യോ ഇടിക്കല്ല. ഇടിച്ച പിന്നെ അവർക്ക് എനിക്ക് ഈ കിട്ടിയ വണ്ടിയും കൂടെ തരില്ല. ഒരു മിനിറ്റ്. ഇവനെ ഇത് എന്താ മോനെ? ആരാ വരണുണ്ടല്ലോ നീ? ചിച്ചിൻ്റെ ക്യാൻസർ ഇറുമ്പോൾ മാറി നിൽക്കണം. എല്ലാണ്ട് കുന്ത്രാണ്ടം കളിച്ചിട്ട് കാര്യമില്ല. ഇതാരത്? അവിടെ നിൽക്ക്. എങ്ങോട്ടാ പോന്ന്? HP മോട്ടോഴ്സ് കാറ്. അവിടെ നിൽക്കണ അംബാസിഡറേ. ഇടാ മിനി കൂപ്പർ കൊല്ലപ്പേ നിന്നെ ഞാൻ. നിനക്ക് എന്താണ് മിനി കൂപ്പറിന്റെ പ്രശ്നം? ആ മിനി കൂപ്പർ എൻ്റെ ഇടുക്ക് ആ തള്ളിനെ കൊണ്ടു. എൻ്റെ കേസ് ആ പെണ്ണെൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ ഒരു കയറി ടൈം പെണ്ണിനെ വെറുതെ വിടൂല. ഞാനൊരു കാറിനെടുത്ത് നല്ലോണം പോവാൻ വിചാരിച്ചാ ആ കള്ള മിനി കുപ്പൻ വന്ന് എൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇടിച്ച്. എൻ്റെ ഈശ്വരൻ്റെ പുറകെ പോലീസില്ലേ വരണ. എന്നെ മുന്നേ ചവിട്ടി വിട്ടോ. ഇപ്പൊ പിടിക്കും. ചവിട്ടിക്കൂ. അംബാസിഡറിന് ആശാക്കാൻ നീ അയച്ചില്ല. നിന്റെ ബ്രേക്ക് റേറ്റിൽ അടിച്ച് പൊട്ടിച്ച് വരും. പ്രിസണിലേക്ക് പോവുക എന്ന് പറഞ്ഞ പോവുക തന്നെ. വണ്ടി ഈ പുറത്തത്തെ സൗണ്ടൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. എൻ്റെ സൗണ്ട് മാത്രം മതി. ഇവർ വീലടിച്ചു പൊട്ടിച്ചതിന്. എടാ പോലീസുകാരെ ഒന്ന് നേരത്തെ ഗൈസ് എൻ്റെ
വെപ്പൺസ് ഉണ്ടോ വെബ്സൈറ്റിൽ വെപ്പൺസ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്താലോ. എണീച്ചിട്ട് കാർ അടിച്ചു മാറ്റാ ഒറ്റോട്ടം. എൻ്റെ അംബാസിഡർ ഉണ്ടല്ലോ നിങ്ങളിവിടെ. അംബാസിഡറിൻ്റെ പാട്ടേന് പോയി ഗൈസ്. മൊത്തത്ത് കുടുങ്ങി. ഇത് ഇന്ത്യയിൽ കണ്ടിട്ടൊന്നും തോന്നരുത്. എടാ പോലീസുകാരെ ഓടിച്ച് കാര്യമില്ല, എന്നെ കിട്ടൂല. നിൽക്ക്, ഡോർ തുറന്ന് കയറിക്കോ. നമുക്കപ്പോൾ അപ്പുറത്തെ സീറ്റിലേക്ക് മാറാം. എന്നിട്ട് ഇങ്ങോട്ടെത്തി. ഏതാ ഡ്രൈവിംഗ് സീറ്റ്? നല്ല സീറ്റിനൊന്നും പറ്റത്തില്ല. എടാ പോലീസുകാരെന്നാ നോക്കി വെക്കണം, എന്നെ പിടിക്കാൻ കഴിയില്ല. നിൻ്റെ കണ്ണു മുമ്പിൽ തന്നെ ഉണ്ട്. അതായത് നോക്കോ, ഞാനിങ്ങനെ അപ്രതിശാവും, എന്നെ കിട്ടത്തില്ല. എന്നെ ആരെ വെടി വെക്കണേ? അയ്യോ ഈ സീറ്റ് സേഫല്ല, നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ പോവാം. എന്നെ ആരെ പിടിച്ച് പുറത്തിട്ട്. അയ്യോ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. ചവിട്ടി അരച്ചല്ലോ എന്നെ. നീ എന്നെ അടിക്കാൻ പറ്റില്ല. 25 ഹെൽത്ത് കിട്ടി കഴിച്ച് നമുക്ക്. ഇനി ഒന്നും നോക്കണ്ട, ഇനി ഇവിടെ നിൽക്കുന്ന സേഫല്ല. നമുക്ക് ഒച്ച വിടൽ അങ്ങോട്ട് വിടാം. എല്ലാത്തിനും കാരണം ആ ഒട്ട മിനി കൂപ്പർ കയറുന്നു. ഞാൻ മതിയാതൊക്കെ വരുന്നുണ്ട്. അത് ആ മിനി കൂപ്പർ കയറിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് ഇടിച്ച് വാട്ടർ ലെവലാക്കി തന്നു. ഞാൻ എന്ത് ചെയ്യാനാ പിന്നെ? ഒരു മിനിറ്റ്, എൻ്റെ അംബാസിഡർ അതിൻ്റെ അപ്പുറം നോക്കിയിട്ട് കാര്യമില്ല. അത് പോകേണ്ട അടുത്തേക്ക് പോയി. എടാ മാറി നിൽക്ക്, പോലീസല്ലേ വരണേ. ഒരു കണ്ണ് കണ്ടുകൂടെ നിങ്ങൾക്കൊല്ലും? മാറി നിൽക്കടാ, പോലീസല്ലേ വരുന്നത്. ഏത് പോലീസെന്നാ? അങ്ങനൊന്നും ചോദിച്ചൂടാ. പോടാ പോലീസ്. പോലീസേന്ന് കള്ള ചീത്ത വിളിക്കുന്ന നിനക്കാരാന്ന് മനസ്സിലായാ? നിൽക്കടാ അവിടെ. അയ്യോ സോറി സാറേ. അങ്ങനെ വന്നാണ്. ഇനി ആ ചെന്നെ അങ്ങനെ വിളിച്ച പിന്നെ മക്കള് ജയിലുണ്ടാവും. നിങ്ങൾ അതോർത്തോ. സയറിലേക്ക് എടുത്ത് പോവാണ്ട് നോക്കിട്ട് ഡേമെല്ലാം ഓർത്ത് നടക്കടാ. എന്താടാ കളിക്കുന്ന നിങ്ങ? അയ്യോ ഷൊണ്ണാപ്പി വന്നിട്ട് എന്നെ പിടിച്ച് കാറിന് പുറത്താക്കി. ഡബന് ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കാം. നീ എന്നെ കാറൊന്ന് ചവിട്ടി പുറത്താക്കൂല്ലേ? നടന്ന നീ വിചാരിക്ക പോലും വേണ്ട മോനെ. എന്നെ ചവിട്ടി പുറത്താക്കാൻ നീ ജനിച്ചിട്ടില്ല കേട്ടോ. ആ കാറ് പോട്ടെ. ഞാൻ എനിക്ക് നല്ലൊരു ഇത് തരാം. ഡിസ്കൗണ്ട് ബെസ്റ്റ്. ഞാൻ മര്യാദക്കാര് പേടിച്ച ഏതൊരു ഷൊണ്ണാപ്പി കാർ വന്ന് എൻ്റെ മേത്ത് വണ്ടി ഇടിച്ച് കിട്ടി ഒരു നക്ഷത്രം, അതായത് 1 സ്റ്റാർ വാട്ടർ ലെവൽ. ഞാൻ എന്ത് ചെയ്യാൻ? മാറി നിൽക്കണോ, പോലീസല്ല വരണേ. മാറി നിൽക്കങ്ങട്. എല്ലാവരും വിചാരിക്കട്ടെ ഞാൻ പോലീസുകാരനെ അന്വേഷിക്കാൻ പോകുന്ന വിചാരിക്കട്ടെ. മാറുടെ സ്റ്റൈലിൽ പോലീസ് വരുന്നില്ലേ? മാറ് മാറ് മാറേ, വഴി മാറ് വഴി മാറ് വഴി മാറ്. കള്ളനെ പിടിക്കാണ്ടേ. വൈമാറും വൈമാറ്. അയ്യോ ഗ്യാസ് കിഷൻ. അയ്യോ ഗൈസ് ഞാൻ പേടിച്ചിട്ട് ഒച്ച പോക്ക് അങ്ങോട്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അയ്യോ ഡമ്മേ ഗൈസ് ഇപ്പം വന്നിരിച്ച. എനിക്ക് എപ്പോഴാണ് 1 നക്ഷത്രം കിട്ടിയേ? പോയതല്ലേ ഗൈസ്. മാറുടെ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ അവർ ഗുസ്തി കളിക്കുന്നു. മാറൊക്കെ കള്ളനെ പിടിക്കാണ്ട്. മാറി മാറി മാറിക്കോ.
എൻ്റെ അമ്മ കാശ്, ഞാനിത് ആരെ വീട്ടിലെത്തിയേ? ഈ വീട്ടുകാരച്ച എന്നെ കണ്ട പിന്നെ ചമ്മന്തി ആക്കൂലേ സാധാരണ. ഞാനിത് ഏത് വീട്ടിലല്ലേ? പാർട്സെല്ലാം പോയ പോലീസ്. നമുക്കിത് പതുക്കെ റിവേഴ്സ് എടുക്കണ്ട, ഫ്രണ്ട് എടുത്ത് പോകും. എൻ്റെ കാറിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഇപ്പം തന്നെ പോയി, ഇനി വർക്കൊന്നും ആയിട്ടില്ല ഇത്. നമുക്കപ്പോൾ നേരെ പറ്റൊരൊറ്റ അവിടെ കള്ളനെ പിടിക്കാണ്ട് പറഞ്ഞ ഒന്ന് വിടറാ, ഞങ്ങൾക്ക് ഇന്ന് കള്ളനെ പിടിക്കട്ടാ. ഓ കള്ളനെ പിടിക്കണ എടാ, എന്താടാ നീ കളിക്കണേ? കോപ്രായം കളിക്കുന്ന റോഡിൻ്റെ നടുവെന്ന്. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കള്ളനെ പിടിക്കാൻ പോട്ടെ. എവിടെയാ കള്ളൻ? പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്, ഞാൻ കൊലയാളി മനസ്സിലായിട്ടില്ല. അപ്പം നമുക്ക് നേരെ പോകും. അവിടെ കള്ളനെ പിടിക്കാണ്ടാ, മാറങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറിടാ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലും എന്ത് പറയുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനെ പോലത്തെയുള്ള വീഡിയോസായി എൻ്റെ കേദാർ അശ്മി ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ പുതിയ കുറേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.